ഹായ്, അപ്പോൾ ഇന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാവിലെ വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതിന് വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിടാൻ പോവുകയാണ്. പരിപ്പും വാഴയ്ക്കയും കൂടെയാണ് ഇന്ന് കറി. അപ്പോൾ അതിനുള്ള കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി വെക്കാം. കുക്കറിൽ വേവിക്കാൻ അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഒടിക്കാമെന്ന് വിചാരിച്ചിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. ഞാൻ എപ്പോഴും കറിവേപ്പില ഒടിച്ച് അടർത്തി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ വാഴ കുലച്ച് നിൽക്കുന്നത് കണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് കാന്താരി മുളകും കൂടെ പറിക്കാമെന്ന് ഓർത്തു. കറിക്കുള്ള കാന്താരിയാണ് കറിക്കൊക്കെ അരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി ഇതുപോലെ സമയം കിട്ടുമ്പോൾ പറിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യുന്നത്, ആവശ്യത്തിന് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാന്താരിയും കൂടെ പറിച്ചു. ഇന്ന് നല്ല വെയിലാണ്, വെയിലിന് കൂടെ നല്ല തണുപ്പുള്ളൊരു ദിവസമാണ്. അപ്പോൾ കുറച്ച് കാട്ടുതക്കാളി കണ്ടു. അപ്പോൾ ഞാൻ ആ കാട്ടുതക്കാളിയും കൂടെ പറിച്ചെടുത്തു. അങ്ങനെ പറമ്പൊക്കെ നടന്നപ്പോഴാണ് കപ്പളങ്ങ നിൽക്കണേ. ഇത് പഴുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിളി കൊത്തിക്കൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ കപ്പളങ്ങ പറിച്ച് വെക്കുകയാണ് സാധാരണ ചെയ്യുന്ന. കളർ മാറി കഴിയുമ്പോൾ പറിച്ച് വെക്കും, എന്നിട്ട് ഇരുന്ന് പഴുത്തോളും. അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. എനിക്ക് വലിയ 2 കപ്പളങ്ങ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കപ്പളങ്ങയും ഞാൻ പറിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു. അതിനുശേഷം വന്നപ്പോഴാണ് ക്രാവിന് പുല്ലിട്ട് കൊടുക്കണം. ക്രാവ് കിടന്നിപ്പുണ്ട്. നമ്മുടെ കറുമ്പി എന്നാണ് നമ്മുടെ ക്രാവിൻ്റെ പേര് കേട്ടോ. അത് കഴിഞ്ഞ് വാർക്കപ്പുറത്ത് കയറിയപ്പോൾ കുരുമുളക് ഉണക്കാനായിട്ട് 2 ടാർപ്പായിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് അത് ഇളക്കി ചിക്കി കഴിഞ്ഞാൽ ഉണങ്ങാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ചൂലെടുത്തിട്ടാണ് ഞാൻ ഇളക്കി ചിക്കുന്നത്. നല്ല വെയിലാണ്. വെയിലത്ത് തലയിൽ ഷോളതാണ് ഇട്ടേക്കുന്നത്. വെയിലുണ്ടെങ്കിലും അതുപോലെ തണുപ്പാണ്. പല്ല് കിടുകിടാ വിറയ്ക്കുന്ന രീതിയിൽ നല്ല തണുപ്പാണിപ്പോൾ ഇവിടെ. അപ്പം കുരുമുളകൊക്കെ 2 ടാർപ്പായിൽ ഇതുപോലെ ഇളക്കി ചിക്കി. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം.